ഹലോ, എന്താണെന്നത് അറിയാമോ എല്ലാവർക്കും? ഇപ്പോഴാണ് ഇതിൻ്റെ ഗുണത്തിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായത്. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇത്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, പിന്നെ പ്രോട്ടീന്, കാൽസ്യം. നമ്മുടെ കുടലിന് അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറും. നമ്മുടെ വയറ് സംബന്ധമായ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അത് മാറും. നമ്മുടെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനെ നല്ല രീതിയിൽ പിടിച്ചൊതുക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ ടെൻഷൻ പരിപൂർണമായിട്ട് മാറും. പിന്നെന്ന് പറഞ്ഞാൽ ഇതാഴ്ച നമ്മളൊരു 2-3 ദിവസമെങ്കിലും കഴിക്കാൻ കിട്ടുവാണെങ്കിൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കും. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. നല്ലൊരു സാധനം. നമ്മൾ ഇത് നട്ട് വളർത്താനാണെങ്കിൽ ഇതിൻ്റെ 2 തണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ നട്ട് വളർത്തുക അല്ല, നമ്മൾ വാങ്ങിക്കാനൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിക്കുക. വാങ്ങിച്ച് കഴിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് കൃഷി ചെയ്ത് ഇതിൻ്റെ തണ്ടിട്ടാൽ മതി. അതല്ല, നമ്മൾ ഇത് ഇതിന് തന്നെ വാങ്ങിച്ചിട്ട് 2-3 ദിവസം നമ്മൾ പുറത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇതിന് മുളകൾ വരും. അപ്പം നമുക്കെടുക്കണം. തണ്ട് നടുന്ന ഏറ്റവും നല്ലത്. ഇതിന് മുളച്ച് വരും. മുള നല്ലോണം 4 വശത്തൂടെയും മുളകൾ വരും, വേരും വരും. അപ്പം നമുക്കിതെടുത്ത് ചാക്കിനകത്ത് വേണമെങ്കിൽ നടാം. അതിൽ പെട്ടിയുണ്ട്, പെട്ടിക്കകത്തൊക്കെ നടാം. പെട്ടി പോലുള്ള ട്രേ അതിനകത്തൊക്കെ നടാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് സ്ഥലമുള്ളവരെ വെള്ളം നിൽക്കാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നട്ടു കൊടുത്ത് ഇഷ്ടംപോലെ പിടിക്കും. നമ്മൾ ചെറിയ വളങ്ങളൊക്കെ കൊടുത്താൽ മതി. വലിയ രീതിയിലുള്ള വളങ്ങളൊന്നും ഒന്നും ആവശ്യങ്ങളില്ല. ഇത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. കൊച്ചുങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഏത്തപ്പഴത്തിൻ്റെ 10 ഇരട്ടി ഗുണമെന്നാണ് ഇപ്പോൾ ഇതിന് കണ്ടുപിടിച്ചേക്കുന്നത്. 10 ഇരട്ടി ഗുണം. അപ്പം നമ്മൾ ഇത് വാങ്ങിച്ച് മക്കൾക്കും നമ്മൾ എല്ലാം കഴിക്കാനും കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ ഇത് വളരെ വിലക്കുറവാണ്. അപ്പോൾ കിട്ടുമെങ്കിൽ നമ്മളിത് വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ മുട്ട കഴിക്കുന്നു, ഏത്തപ്പഴം കഴിക്കുന്നു. അപ്പോൾ അതിനോടൊക്കെ അതിനെയൊക്കെ അതുപോലെ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ക്യാൻസറിന് ഒക്കെ നല്ലതാണ്. നമ്മൾ കുടലെ പുണ്ണ് അങ്ങനെയൊക്കെ ഉള്ള അസുഖത്തിനെല്ലാം നല്ല. അപ്പം പിന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ടേ പുഴുങ്ങാവുള്ളൂ. നമ്മളല്ലാതെ ഈ കുക്കറിനകത്ത് ആവി സ്റ്റീം ചെയ്ത് അങ്ങനെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഗുണത്തിന് ഗുണമേന്മ കുറയും. അപ്പം നമ്മൾ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മൾ സമയമെടുത്ത് പുഴുങ്ങിയെടുക്കണം. അല്ലാതെ ഇത്ര മിനിറ്റ് എന്നും പറഞ്ഞ് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അതിന് ഗുണങ്ങൾ കുറയും. അപ്പം എപ്പോഴും നമ്മളിത് വെള്ളത്തിൽ തന്നെ പുഴുങ്ങി ആവി പുഴുങ്ങിയെടുക്കരുത്. വെള്ളം ഒഴിച്ച് അരമണിക്കൂർ 20 മിനിറ്റൊക്കെ മതി ഇത് വേവാൻ. അപ്പം ഇങ്ങനെ മേടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ചട്ടയൊന്നും വേണ്ട. കട്ട് ചെയ്തിട്ട് നമ്മൾ അത് പുഴുങ്ങി നമ്മളെല്ലാവരും കഴിക്കണം. മധുരം അതുപോലെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. പ്രഷറിൻ്റെ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഷുഗറുകാർക്ക് ഏറ്റവും നല്ല മധുരമാണെന്ന് പറഞ്ഞത് കഴിക്കാതിരിക്കണ്ട. ആ പഞ്ചസാരയുടെ മധുരവും ഇതുമായിട്ട് ഉള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് കഴിക്കുക എല്ലാവർക്കും. ഷുഗറിന് നല്ലതായത് ഷുഗറുകാർക്ക് പിന്നെ ഇത് കഴിക്കാം. അപ്പോൾ മധുരം കഴിക്കാനോ വിഷമോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇത് കഴിക്കും. കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു നിരപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് 10-20 മിനിറ്റ് ആകും. 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വേവും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി വേണമെന്നവർക്ക് ഇങ്ങനെ കളയാതെ തൊലി അന്നേരം കളയിപ്പോവും. ഇളക്കിയാൽ മതി. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പാട പോലെ വരും. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കണം. ഇപ്പം മാർക്കറ്റിലൊക്കെ വളരെ വിലക്കുറവാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ഗുണമേന്മയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊക്കെ വില കൂടും. ഇപ്പം വിലക്കുറവാണ്. മിക്കവാറുള്ളവർ വാങ്ങത്തില്ലായിരുന്നു. ഇപ്പം എല്ലാവരും ഇതൊക്കെ അറിഞ്ഞ് കേട്ട് വരും. അത് മണ്ണിനടി പിടിക്കുന്നതല്ലേ, ഇത് മണ്ണിനടി പിടിക്കുന്നതല്ലേ ഒന്ന് ഉള്ളവരും. അതിന് കുഴപ്പമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ്. അതുപോലെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പിന്നെ സവാള
ഇതെല്ലാം മണ്ണിനടി പിടിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട, ഇത് കിട്ടുമെന്നെങ്കിൽ വാങ്ങിച്ച് എല്ലാവരും കഴിക്കുക. അപ്പം ഞാനിത് പുഴുങ്ങി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനിത് പുഴുങ്ങിയിട്ട് വരാം. എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടും. വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നിരക്ക വെള്ളം ഒഴിക്കണം. നിരക്ക വെള്ളം ഒഴിക്കണം. നിരക്ക വെള്ളം മൂടിയതിന് ശേഷം നമ്മൾ ഇത് ഇനി ഇവിടുന്ന് വെന്ത് ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വേവും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട കണ്ട. അപ്പം നമ്മളിത് കഴിക്കാൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തൊലി വിരിച്ചെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് അപ്പം ഇങ്ങനെ പുഴുങ്ങും. നല്ല സോഫ്റ്റാണ്, നല്ലതാണ് കഴിക്കാൻ. എന്നപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഇത് ഇതൊരു മധുരമുണ്ട്. പക്ഷേ നമ്മൾ ചെടിക്കത്തൊന്നുമില്ല. നല്ല കുടലിന് അസുഖത്തിനും മറ്റേ നമ്മുടെ അടുത്തിനെല്ലാം നല്ല ഒരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.